അപ്പം സിജോ കാട്ടുതീയായിട്ട് വന്ന സിജോ ഈ 2-3 ദിവസം വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ സിജോന്റെ ഗെയിം നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. കാട്ടുതീയായിട്ട് വന്ന സിജോ കത്തിക്കും എന്നാണ് പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ സിജോ എവിടെയെങ്കിലും കത്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പറയുന്നു സിജോ കത്തിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ അടുത്താണെന്ന് മാത്രം. അതായത് നിങ്ങളൊരു 16-ാമത്തെ എപ്പിസോഡിലേക്ക് ഒന്ന് എത്തി നോക്കൂ. 16-ാമത്തെ എപ്പിസോഡിൽ റോക്കി സിജോയെ അടിച്ചു. എത്ര വലിയ ഗെയിമർ ആണെങ്കിലും ശരി, റോക്കിയെ പുറത്താക്കി അടി കൊണ്ടവനെ നീതി കിട്ടണമെന്ന് ഒട്ടുമൊത്തം പ്രേക്ഷകരും വാദിച്ചു. സിജോ തിരിച്ച് റീ എൻട്രിയിൽ വന്നു. നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഈ എന്താ പറയുക, ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ പാടില്ല, അപ്പോൾ തല്ല് കിട്ടിയവനെ നീതി കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ അന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇത്തവണ ജാസ്മിൻ ജിൻഡോയെ അടിച്ചപ്പോഴും തല്ല് കൊണ്ടവൻ, അടി കൊണ്ടവനെ നീതി കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ അന്ന് അടി കണ്ടിട്ട് പോയ സിജോ ഇന്നത്തെ നിലപാട് സിജോന്റെ കണ്ടോ? എന്താണെന്ന് പറഞ്ഞാൽ ജിൻഡോയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് എവിടുത്തെ നിലപാടാണ്? എന്ത് ന്യായമാണ്? അതാണ് പറയുന്നത്. 16-ാമത്തെ എപ്പിസോഡിൽ വിട്ടിട്ട് പോയ സിജോ അവിടെ തന്നെയാണ് വീണ്ടും തുടങ്ങുന്നത്. പേഴ്സണൽ ഗ്രഡ്ജ്. ജിൻഡോയോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? നിന്നെ ഒറ്റപ്പെടുത്തുകയല്ല, അതായത് ജിൻഡോ പറഞ്ഞത് എല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഈ വീട്ടിൽ എന്റെ ഭാഗം പറയാൻ ആരുമില്ല, അത് കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ സിജോ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്നെ ഒറ്റപ്പെടുത്തുകയല്ല, നിന്നെ കരയിപ്പിക്കും, അന്ന് ഞാൻ പറഞ്ഞ പോലെ മെഴുകിച്ചിട്ടേ നിന്നെ ഞാൻ പുറത്തു വിടത്തുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ സിജോന്റെ ഈ ഡയലോഗിന് എന്ത് പ്രസക്തിയാണുള്ളത്? സിജോയും ജിൻഡോയും തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടായോ? ഗെയിമിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായോ? അല്ലെങ്കിൽ വേറെന്തിനെങ്കിലും വാദപ്രതിവാദങ്ങൾ ഉണ്ടായോ? എന്തുകൊണ്ട് അവിടെ സിജോയ്ക്ക് ആ ഡയലോഗ് വന്നു? അപ്പോൾ സിജോയ്ക്ക് മനസ്സിൽ എവിടെയോ ഒരു പകയുണ്ട്. അതായത് അടികൊണ്ട് പോകുന്നതിന് മുൻപ് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ഒരു തർക്കം ഉണ്ടായി. അത് കഴിഞ്ഞ് ബാത്റൂമിൽ വന്നിട്ട് ഒരു തർക്കമുണ്ടായി. രണ്ടുപേരെയും ബിഗ് ബോസ് വിളിക്കുന്നു, വാണിംഗ് കൊടുക്കുന്നു, വിടുന്നു. അന്നത്തെ ഒരു സംഭവമുണ്ട്. സോ അന്ന് എടുത്തതാണ് നിന്നെ ഇതിന്ന് മെഴുകിച്ചിട്ടേ വിടുള്ളൂ എന്നുള്ളത്. എന്റെ ടൂള് നാക്കാണ്, എന്റെ ബുദ്ധി എന്താ പറയുക ഇരിക്കുന്നത് എന്റെ ബ്രെയിനാണ്, ബ്രെയിൻ കൊണ്ടും എന്റെ നാക്ക് കൊണ്ടുമാണ് ഞാൻ ഈ വീട്ടിൽ കളിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഈ കളി എന്തേ ബാക്കിയുള്ളവരുടെ അടുത്ത് എടുക്കാത്തത്? അപ്പോ സിജോന്റെ കാട്ടുതീ എവിടെയാണ്? കാട്ടുതീക്ക് കത്താനാകെ ജിൻഡോ മാത്രമേ കിട്ടിയുള്ളൂ. അല്ലെങ്കിലും എന്തിനു വേണ്ടി അവിടെ ജിൻഡോനെ എങ്ങനെ പറയണം? ഇതാണോ ജിൻഡോയുടെ നിലപാട്? ഇതാണോ സിജോയുടെ നിലപാട്? ഇങ്ങനെയാണോ സിജോ കളിക്കേണ്ടത്? എന്തായാലും സാറ്റർഡേ എപ്പിസോഡിൽ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു നീതി കിട്ടിയതായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോ സൺഡേ എപ്പിസോഡിലാണ് കാണിക്കാൻ പോകുന്നത്. പക്ഷെ ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സിജോ കാട്ടുതീയായിട്ട് വന്ന സിജോ അവിടെ എങ്ങനെയുണ്ട് ഇപ്പോ ആ വീടിന്റെ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. സിജോ എനിക്ക് കാട്ടുതീ എന്ന് പറയുന്നത് പോട്ടു ഞാൻ കണക്കാക്കിയിട്ടതെല്ലാം ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് അവിടെ കെടുത്തി ഇടുന്നതായിട്ട് എനിക്ക് അത്രയൊക്കെ ഉള്ളൂ എന്നാ പറഞ്ഞത്. ആ ജിൻഡോന്റെ ഒരൊറ്റ ഡയലോഗിൽ എന്താ പറയാ, സിജോന്റെ കാട്ടുതീ വെള്ളം കോരി ഒഴിച്ചു എന്ന് പറയില്ലേ, അത് തന്നെയാണ്. സിജോയുടെ റീ എൻട്രിയിൽ കുറെ പേർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു ഗെയിം ചേഞ്ച് ആയിട്ട്. സിബിൻ വന്നപ്പോൾ പ്രതീക്ഷയാണ്. സിബിൻ ഔട്ടായ ശേഷം ജിൻഡോയിലാണ് എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചത്. പക്ഷെ അതൊരു 2 ദിവസം കൊണ്ട് സിജോ ഞാൻ ഇത്രയേ ഉള്ളൂ, എന്റെ നിലവാരം ഇതാണ്, ഞാൻ ഇത്രയും ഇങ്ങനെ തറയാണ് എന്നുള്ളത് സിജോ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എടുത്തിട്ടു. നിലവാരമില്ലാത്തതാണ്, നിലപാടില്ലാത്തതാണ് എന്നുള്ളത് സിജോ തന്നെ എടുത്തു കാട്ടി. സോ അതായിരിക്കും കാട്ടുതീ എന്നുള്ളത്. കാട്ടുതീ വേറെ എവിടെയും കത്തില്ല. വെറുതെ ചുമ്മാ ഒരു കത്തിക്കാൻ നോക്കും ജിൻഡോന്റെ അടുത്ത്. പക്ഷെ അത് നടക്കില്ല. ജിൻഡോ നടത്തില്ല. അതിന് സിജോ ഒന്നുകൂടി വേർത്ത് കളിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഏതിനും നമുക്കത് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ആ ജയിലിൽ നടന്ന ആ ഒരു അടിയും സംഭാഷണങ്ങൾക്കും നടന്ന ആ ഒരു ടോക്കിനും ഇന്ന് സൺഡേ എപ്പിസോഡിലായിരിക്കും നമുക്കൊരു ക്ലാരിറ്റി വരിക. അത് എത്രമാത്രം വരും? ഇന്ന് 50-ാമത്തെ ദിവസമായതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി കിട്ടുമോ എന്നുള്ളതും പറയാൻ പറ്റില്ല. വരുന്നത് ലാലേട്ടനല്ലേ. സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.